ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും അമ്മയും കൂടിയിട്ട് കാണാൻ വരികയാണ് വേദനെ. ഈ സമയത്ത് വിക്രം ഓടി ചെന്ന് മുത്തശ്ശിയുടെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ മുത്തശ്ശി വിചാരിക്കും സ്നേഹം കൊണ്ടാണ് വേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനിങ്ങനെ ചെയ്തത്, ഇതിൽ കൂടുതൽ എനിക്ക് താഴാൻ അറിയില്ല, ഇനി എനിക്കതിന് സഹിക്കാൻ പറ്റില്ല, സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാനതിന് സഹിച്ചു കഴിഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര വിഷമമാവാണ് കേട്ടോ വിക്രം അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ. ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകണം, ഞാൻ വരുമ്പോഴേക്കും അവളിവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പോകുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും അമ്മയും കൂടിയിട്ട് വരുന്ന അവിടെ നിൽക്കുമ്പോൾ ആണ് കേട്ടോ അച്ഛൻ അവിടേക്ക് വരുന്നത്. അപ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാവും. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിവിടെ പുറത്ത് തന്നെ നിന്നത്, കമലേ നീ എന്താ ഇവരെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ പേടിച്ചിട്ടാണ് അവരെ പുറത്ത് നിർത്തിയത്, അകത്തേക്ക് കയറ്റിയാൽ ഇനി അച്ഛൻ വഴക്ക് പറഞ്ഞെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവരിപ്പോഴേ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. വരൂ, നിങ്ങൾ അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അകത്ത് കയറുമ്പോൾ തന്നെ വേദര ബാഗ് കാണുകയാണ് കേട്ടോ. വേദര ബാഗ് കാണുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നു, മോളെ നിൻ്റെ ബാഗല്ലേ ഇത് എന്ന് ചോദിക്കാൻ. അതെ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിൻ്റെ സ്ഥാനം ഇവിടെയാണല്ലേ, നീ ഇന്നലെ ഇവിടെയാണോ കിടുന്നത് മോളെ എന്നൊക്കെ ചോദിക്കട്ടോ. നിനക്കൊരു മുറി തരാൻ ഇവർക്ക് കഴിവില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ആകെ ഒരു എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ ചോദിക്കണ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമാവും. അപ്പോൾ അച്ഛൻ വരികയാണ്. അച്ഛൻ എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ ഈ കുട്ടീനോട് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ആ കുട്ടിയുടെ ജീവിതം ഇവിടെ നശിപ്പിക്കരുതെന്ന്. എൻ്റെ മോനൊരു തെരുവ് കൊണ്ടയാണ്, അവൻ്റെ ജീവിതം തെരുവിൽ തീരാനുള്ളതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ഞാൻ അവരോട് വീണ്ടും ഈ കൊച്ചിനോട് പറയുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നിങ്ങൾ മോളെ ഓർത്ത് വേദനിക്കുന്ന ഒരു അച്ഛൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാർക്കും അതൊരു വേദന തന്നെയാണ്. ഇത് ഒരിക്കലും ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ വീട്ടിൽ നിന്ന് ഈ കുട്ടിയുടെ ജന്മം പാഴാക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറയട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ അത്രയും വലിയൊരു ദ്രോഹം തന്നെയാണ് എൻ്റെ മകളോട് ചെയ്തതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അവൻ അത് ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു താലിച്ചരടിൻ്റെ പേരിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ തറയിൽ കിടക്കാനും ഈ വീട്ടിൽ അന്യരെ പോലെ കഴിയാനും ഈ കുട്ടിക്ക് ആവശ്യമില്ല. ഈ കുട്ടി അത്രയും നല്ല രീതിയിൽ ജീവിക്കേണ്ട കുട്ടിയാണ്. ഒരു കാര്യം നിങ്ങൾ ഈ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചുകൊണ്ടുപോയി ഉറപ്പിച്ച് വെച്ച് കല്യാണം നടത്താൻ നോക്കുന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു ദൈവ നിയോഗമാണ്, വിക്രത്തിൻ്റെ ഭാര്യയായി വേദ മാറണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമാണെന്നൊക്കെ അച്ഛനോട് പറയും കേട്ടോ. അച്ഛൻ പറയും, ദൈവത്തിൻ്റെ നിയോഗം ആണെന്ന് പറഞ്ഞത് സമാധാനിക്കാൻ പറ്റൂല, നശിക്കുന്നത് നിങ്ങളുടെ മകളുടെ ജീവിതം തന്നെയായിരിക്കും, ഞാൻ അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. ആ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ വേദ ജീവിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്മ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. മോളെ ഇവർ പറയുന്നത് മോൾ കേൾക്കുന്നില്ല, ഇവിടെ ആർക്കും നിന്നെ വേണ്ട, നിന്നിവിടെ ഒരു വിലയുമില്ല, നിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നീ എന്തിനാണ് നിൽക്കുന്നത്, എൻ്റെ മോള് വായോ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയാം കേട്ടോ. അച്ഛൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചോളാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് പറയാനാണ് അമ്മയും മുത്തശ്ശിയും വന്നതെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിൽക്കണം എന്നില്ല എന്ന് പറയും കേട്ടോ. മോളെ എന്ന് അമ്മ വിളിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത്, എത്ര നാൾ ഞാനിവിടെ തറയിൽ ഇരിക്കേണ്ടി വന്നാലും ഇനി മുതൽ ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്ടുകാരും എന്ന് ഒക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അച്ഛന് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. എത്ര പറഞ്ഞിട്ടും വേദയ്ക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ള ആലോചിച്ചിട്ട്. അങ്ങനെ മുത്തശ്ശിയും അമ്മയും പറയാണ് മോളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തിരികെ പോകാണ്. പിന്നീട് വിക്രം വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വേദന വീണ്ടും കാണുമ്പോൾ വേദ പോയിട്ടില്ല എന്ന് മുത്തശ്ശേരി അമ്മയും കൂടെ പോയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരാനിട്ട്, നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, എൻ്റെ മുത്തശ്ശിയും അമ്മയും വന്നപ്പോൾ നിനക്ക് പോകാമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. വേദ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതിനുശേഷം വിക്രം ദേഷ്യത്തോടു കൂടിയിട്ട് പോകുമ്പോൾ വേദ പിന്നീന്ന് വിളിക്കാൻ കേട്ടോ, വിക്രമാദിത്യൻ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വേദാളെന്നല്ല വിളിക്കുന്നത്. അപ്പോൾ വിക്രമാദിത്യൻ ചേട്ടാ, അതെ വേദയുടെ കയ്യിലൊരു പഴമുണ്ട്, ഇത് നല്ല പഴമാണ്, പാളയംകോട് പഴം, ചേട്ടന് വേണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പൊടി നീ നിൻ്റെ മറ്റവന് കൊണ്ട് കൊടുക്കടി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, മറ്റവന് തന്നെയാണ് കൊടുത്തത് എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക്
വേദയ്ക്കല്ല, വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴം വിക്രത്തിന് തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് വേദ അകത്തേക്ക് പോകുമ്പോൾ വിക്രമാണെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പഴം വെച്ചിട്ട് വേദനെ പുറത്തേക്ക് തന്നെ എറിയാണ് കേട്ടോ ആ പഴം കൊണ്ട്. പിന്നീട് അമ്മ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ സ്റ്റൂളിൽ കയറിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് വെറുതെ ഒന്ന് കയറി നോക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വേദ ഇങ്ങനെ അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ മുകളിൽ എന്തോന്ന് എടുക്കാൻ കേട്ടോ. പെട്ടെന്ന് സ്റ്റൂളൊന്ന് തെന്നിയിട്ട് അമ്മ വീഴാൻ പോവുകയാണ്. അമ്മ വീഴാൻ പോകുന്ന സമയത്ത് വേദ ഓടി വന്നിട്ട് അമ്മനെ പിടിക്കുകയാണ് കേട്ടോ. അമ്മ വേദയുടെ കൈകളിലേക്ക് ഇങ്ങനെ വീഴാണ്. അപ്പോൾ അമ്മയുടെ ആ ഒരു ജീവൻ രക്ഷിച്ച ഒരു സ്നേഹവും നന്ദിയൊക്കെ അമ്മയ്ക്ക് വേദയോട് തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ എന്തെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ ചോദിക്കുമ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് വായ മോളെ എന്നൊക്കെ പറയും. അങ്ങനെ വേദ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരികയാണ് കേട്ടോ. അതിനുശേഷം വേദ കിച്ചണിൽ വന്നിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടത്തിമാരും അമ്മയും പണിയെടുക്കുന്ന കൂട്ടത്തിൽ വേദയും ചെറിയ ചെറിയ പണികളൊക്കെ അവിടെ എടുത്ത് തുടങ്ങുകയാണ് കേട്ടോ. ചെറിയ രീതിയിൽ വേദ ഒരു വീട്ടുകാരിയായി മാറി തുടങ്ങുകയാണ്. എന്നാലും വിക്രത്തിന് വേദയെ പുറത്തിറക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ എങ്ങനെയെങ്കിലും വേദനെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ളത്. അപ്പോൾ വേദനെ പിടിച്ചിറക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ വിക്രം. ആ സമയത്താണ് വിക്രത്തിനെ അന്വേഷിച്ച് പോലീസ് വരുന്നത്. അതായത് ശ്രീകാന്തും വേദയുടെ അച്ഛനും കൂടിയിട്ട് ഒരു ചെറിയ പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വിക്രത്തിനെ എങ്ങനെയെങ്കിലും പിടിയിലാക്കണം എന്നുള്ള രീതിയിൽ. അതായത് അവൻ്റെ പേരിൽ കുറച്ച് കേസുകൾ കെട്ടിവെച്ച് അവനെ ജയിലിലാക്കണം. അപ്പോൾ ജയിലിലാക്കിയിട്ട് അവനെ പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ വേദ തിരികെ വരണം എന്നുള്ളൊരാവശ്യം നമുക്ക് പറയാം. അപ്പോൾ അവൾ വേദ തിരികെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വിക്രത്തിനെ അവർ പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ. അമ്മ കരഞ്ഞ് നിലവിളിച്ച് പിന്നിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രത്തിനെ അവർ കൊണ്ടുപോകും. അപ്പോൾ വേദയുടെ അടുത്ത് വന്നിട്ട് വേദ കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് കേട്ടോ, നന്ദിനിയും ഏട്ടനൊക്കെ. അപ്പോൾ വേദ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, അമ്മയുടെ മോനെ ഞാൻ തന്നെ ഇറക്കിയിരിക്കും, ഞാൻ കാരണമാണിത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ ഞാൻ അതിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അങ്ങനെ നേരെ വേദ ചെന്ന് നിൽക്കുന്നത് അച്ഛൻ്റെയും ശ്രീകാന്തേട്ടൻ്റെയും കാറിൻ്റെ മുന്നിലാണ് കേട്ടോ. എന്താ നീ ചാവാൻ ഒരുങ്ങി തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണോ, മരിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതോ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ജീവിതം നിനക്ക് മതിയായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛൻ വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പ്ലാൻ നന്നായിട്ടുണ്ട്, പക്ഷേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, വിക്രത്തിനെ ഈ നിമിഷം തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. വിക്രത്തിനെതിരെയുള്ള കേസൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, അവനൊരു തെരുവ് ഗുണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് എതിരെ ആരാണ് കേസ് കൊടുക്കുന്നതെന്ന് നീ അന്വേഷിച്ച് പിടിക്കുന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി അച്ഛൻ്റെയും ഏട്ടൻ്റെയും ആണെന്ന്, അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ മുന്നിൽ നിന്ന് ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ ആ കേസ് വിക്രത്തിൻ്റെ പേരുള്ള കേസ് പിൻവലിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ വരികയാണ് കേട്ടോ. അങ്ങനെ വിക്രത്തിൻ്റെ പേരുള്ള കേസൊക്കെ വേദ തന്നെ പിൻവലിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും വേദയോട് ഉള്ള സ്നേഹമൊക്കെ കൂടുകയാണ് കേട്ടോ. അത്രയാണ് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ ഭാഗങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.